ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നിപ്പോൾ സൺഡേ ആണ് കേട്ടോ. അപ്പോൾ സൺഡേ ഒരു ചെറിയൊരു മോർണിംഗ് വ്ലോഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇന്നിപ്പോൾ കുട്ടികൾക്ക് സ്കൂളും ഇല്ല, മദ്രസയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ കിച്ചണിൽ കയറിയിട്ടുള്ളത്. ഒരു 6:30 മണിയായിട്ടുണ്ടാകും. ആ ഒരു ടൈമിലാണ് ഞാനിപ്പോൾ കിച്ചണിൽ കയറിയിരിക്കുന്നത്. കിച്ചണിൽ കയറി റിലാക്സ് ചെയ്തിട്ട് ചായ കുടിച്ചിട്ടാവാം പണികളെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഞാൻ ചായയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതാ ചായ കുടിയൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇടിയപ്പവും ചിക്കൻ കറി ആക്കാമെന്ന്. സൺഡേ ആയതുകൊണ്ടും കുട്ടികളൊക്കെ ഈസി ആയിട്ട് കഴിക്കുന്നതുകൊണ്ടും ഞാൻ ഇടിയപ്പം ചിക്കൻ കറി ആക്കാമെന്ന് ഇന്നലെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ വീട്ടിലെ പണികൾ നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിപ്പം അങ്ങനെ ചെയ്യാനായിട്ട് ശീലിക്കുന്നുണ്ട്. അതായത് നേരത്തെ മുതൽ രാത്രി പ്ലാൻ ചെയ്ത് വെക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ കറക്റ്റായിട്ടൊന്നും പ്ലാനിങ് ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ കറക്റ്റായിട്ടൊന്നും പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഈ ആലോചന നിർത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ കിച്ചണിൽ വർക്കിന് കയറുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കും, എന്തുണ്ടാക്കും, എങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രാത്രി തന്നെ അങ്ങനെ പ്ലാൻ ചെയ്ത് ആലോചിച്ചൊക്കെ വെക്കും, എന്താണ് റെഡിയാക്കേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് രാവിലെ പണി നീങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റും, നമ്മുടെ ഒരു പ്ലാനിങ്ങിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നേരത്തെയൊക്കെ പ്ലാൻ ചെയ്ത് വെക്കും, പക്ഷേ ടൈമൊന്നും ഷെഡ്യൂൾ ചെയ്ത് വെക്കില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ടൈം ഷെഡ്യൂളിൽ അങ്ങനെ പോകുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ടൈം നമ്മളിപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ പോലും ചെറിയ കുട്ടികളുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ ആ ഒരു ടൈം കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ആ ഒരു ടൈം കീപ്പ് ചെയ്യാൻ പറ്റാറില്ല. ചില സമയങ്ങളിൽ ടൈം കുറച്ച് അങ്ങ് പാളിപ്പോവാറുണ്ട്. എന്നാലും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച് ഒരു ടൈം ഷെഡ്യൂൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാകും. അതായത് നമ്മുടെ പണികൾ നമുക്ക് എപ്പോൾ തീർക്കാൻ പറ്റും. ഇനിയിപ്പം കുറച്ച് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ തന്നെ അത് എത്ര നേരം ഡിലേ ആയി പോകും, അപ്പോൾ നമുക്കിനി വേറെ എന്തൊക്കെ വർക്ക് നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്തും കൃത്യമായിട്ട് ഷെഡ്യൂളും ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ കറിക്ക് വേണ്ട സവാളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് തേങ്ങ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് തേങ്ങ വറുത്തരച്ച് ചേർക്കുന്ന ഒരു ചിക്കൻ കറിയില്ലേ, അതാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ ഉച്ചക്കലത്തേക്കും ഈ ഒരു ചിക്കൻ കറി തന്നെ അങ്ങ് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോറ് അതിൻ്റെ സൈഡിൽ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പം ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കുകയാണെങ്കിൽ രാവിലത്തെ ഇടിയപ്പത്തിനും അതുപോലെ ഉച്ചയ്ക്ക് ചോറിനുമൊക്കെ അത് തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫുൾ ഡേ നമുക്ക് ആ ഒരു ചിക്കൻ കറിയിൽ ഓടിക്കാൻ പറ്റും. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് കുറച്ച് പണി കൂടുതലുള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ എളുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്കങ്ങ് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഞാൻ തേങ്ങയും ചെറിയുള്ളിയൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കുക്കറിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ച് ഒന്ന് വടിച്ചെടുക്കണം. ഇങ്ങനെ കുറച്ച് എളുപ്പത്തിൽ റെഡിയാക്കുന്നത് കൊണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ കുറച്ച് ലേറ്റായിട്ട് കിച്ചണിൽ കയറാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതാ നമ്മുടെ ഇടിയപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കൻ കറിയാണ് സെറ്റാക്കി എടുക്കാനുള്ളത്. അതുപോലെ ഉച്ചക്കലത്തേക്കുള്ള ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വാർത്തെടുക്കാനേ ഉള്ളൂ. ഇനിയിപ്പം ചിക്കൻ കറിക്ക് വേണ്ട സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനുണ്ടല്ലോ ഈ സവാള
ഇങ്ങനെ കൈകൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നത് വളരെ കുറവാണ് കേട്ടോ. കൂടുതലും ഞാൻ ഫുഡ് പ്രോസസ്സറിലിട്ടത് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഷെയർ ആക്കിയപ്പോൾ എന്നോട് പലരും അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫുഡ് പ്രോസസ്സർ എവിടെ നിന്ന് മേടിച്ചതാണ്, എങ്ങനെയാണെന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ് കേട്ടോ. നമുക്ക് ആ ഒരു ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ സവാളയൊക്കെ ഞാനിപ്പം 2-3 ദിവസത്തേക്ക് ക്ലീൻ ചെയ്ത് അത് ഫുഡ് പ്രോസസ്സറിൽ കട്ട് ചെയ്ത് ബോക്സിലാക്കിയിട്ട് എയർ ടൈറ്റ് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് 3-4 ദിവസം അത് ഉപയോഗിക്കും. എന്നിട്ട് ഇതുപോലെ തീരാറാവുമ്പോഴേക്കും വീണ്ടും സവാള നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കാറുള്ളത്. പ്രത്യേകിച്ച് സ്കൂൾ ടൈമിലൊക്കെ, സ്കൂളൊക്കെ ഉള്ള ദിവസമാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിലാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് പണി തീർക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം അങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കാറുള്ളത്. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് എൻ്റെ സവാളയൊക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്നൊക്കെ തീർന്നുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ കൈകൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഈ കുക്കറിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ചിക്കൻ കറി എങ്ങനെയാണെന്ന് വെച്ചാൽ, കുക്കർ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് വഴറ്റി കൊടുക്കുക. എന്നിട്ട് വഴന്ന് വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ ആ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളി ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ തക്കാളി നന്നായിട്ട് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി മസാലയൊക്കെ ഒന്ന് ഇതിൽ പിടിച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം കുക്കറിന് മൂടി ക്ലോസ് ചെയ്ത് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. 1-2 വിസിൽ, വലിയ പീസായിട്ട് കട്ട് ചെയ്താണെങ്കിൽ 2 വിസിൽ, അല്ല ചെറുതാണെങ്കിൽ 1 വിസിൽ മതിയാവും കേട്ടോ. എന്നിട്ട് പ്രഷർ ഫുള്ള് റിലീസായി കിട്ടുന്ന ആ ഒരു സമയത്ത് നേരത്തെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങയില്ലേ, അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് തിളപ്പിച്ച വെള്ളം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് ഒന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചിക്കൻ കറിയുടെ പണിയും കഴിഞ്ഞു കേട്ടോ. എളുപ്പമാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ, കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ വീഡിയോസ് കുറേ പേരൊക്കെ കാണുന്നുണ്ട്, എന്നാൽ പോലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനി നല്ല വീഡിയോസായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.